ഇതാ ഭഗവാൻ അവതരിക്കണമെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഭൂമിയിൽ വേണ്ട മാതിരിയൊക്കെ അവർ ഗോപികമാരായിട്ടും ഗോപന്മാരായിട്ടും പശുക്കളായിട്ടും പൈക്കുട്ടികളായിട്ടും കൊമ്പായിട്ടും കൊള്ളായിട്ടും മാനായിട്ടും മയിലായിട്ടും മുയലായിട്ടും എല്ലാമായിട്ട് ഇതാ വൃക്ഷലതാദികളായിട്ട് പോലും പൊന്നുണ്ണിക്കണ്ണനെ സ്വീകരിക്കാൻ അവിടുത്തെ ഏതെങ്കിലും തരത്തിലെ പുൽക്കൊടിയായിട്ടെങ്കിലും ഒരു മണൽത്തരിയായിട്ടെങ്കിലും വേണുഗോപാലൻ്റെ തൃക്കര താരിലെ വേണുവായി തീരാൻ കഴിയുമെങ്കിൽ ശ്രീയുമാരോഗ്യവും ഭക്തർക്കു നൽകുന്ന ശ്രീപാദരേണുവായി തീരുമെങ്കിൽ. മഹാദേവൻ ചോദിച്ചു, പെരുവാഴ്ത്തപ്പൻ ചോദിച്ചു, അതാണ് ബ്രഹ്മദേവ ആ വേണുവാൻ എനിക്കൊരു ഭാഗ്യം തരുമോ? പിന്നെന്താ, അങ്ങ് വേണു ആയിക്കോളൂ. എപ്പോഴും ഗുരുവായൂരപ്പനെ വിട്ടാതെ കണ്ട് പിടിച്ചിരിക്കുന്ന ആളാണ് പെരുവാഴ്ത്തപ്പൻ. സദാസമയത്തും ആ വേണുവായിട്ട് ചുണ്ടത്തോ കക്ഷത്തിലോ അരയിലോ എവിടെയെങ്കിലും ഇരിക്കണോ അത്രേ. ഒരു ദിവസം ഗോപികമാര് എപ്പോഴും പറയും, കണ്ണാ ആ ഓടക്കൊള്ളൊന്ന് എനിക്ക് തരുമോ? ഓരോ ഗോപികമാരും ചെന്ന് ചോദിക്കും, ആ ഓടക്കൊള്ളൊന്ന് തരുമോ? നിന്നെപ്പോലെ ഞങ്ങളൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ ഓടക്കൊള്ള എത്രയോ ഭാഗ്യം ചെയ്തു, നിന്റെ ത്വച്ചിൻ്റെനോട് ചേർന്നിരിക്കാൻ, അതിനൊന്ന് പൂജിക്കാനൊരു ഭാഗ്യം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ കൊടുക്കില്ല അത്രേ. അങ്ങനെ തരാൻ പറ്റില്ല, അതെൻ്റെ സ്വന്തം. വേറെ എന്ത് വേണമെങ്കിലും തരാം, അരമണി വേണോ കിങ്ങിണി വേണോ ഒക്കെ തരാം, വേണം ഞാൻ തരില്ല. കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി അത്ര. ഉണ്ണികൃഷ്ണൻ ഉറങ്ങുമ്പോൾ ഗോപികമാരറിയാണ്ട് കണ്ണൻ അറിയാണ്ട് എടുത്തുകൊണ്ട് പോയി ആ ഓടക്കൊള്ളിനെ പോയിച്ചിട്ട ഓടക്കൊള്ളിനോട് പറഞ്ഞെന്താണെന്നറിയാമോ? കണ്ണാ, നീ ആ ചുണ്ടത്തങ്ങനെ ആ ഓടക്കൊള്ളെ നീ ആ കണ്ണൻ്റെ ചുണ്ടത്തങ്ങനെ ഇരിക്കുമ്പോൾ നിൻ്റെ മറ്റേ തല ചവിട്ടിലല്ലേ ഇരിക്കണത്. ഞങ്ങളുടെ കാര്യം ഒന്നും പറയില്ല നീ എന്നാണ് ഓടക്കൊള്ളിനോട് പറയുക ഗോപികമാർ. ഞങ്ങളുടെ കാര്യം ഒന്ന് പറയോ ആ കണ്ണനോട്? നീ ആ ചെവിട്ടിലല്ലേ പോയിരിക്കണത്, ആ ചെവിട്ടിലിരിക്കുമ്പോൾ ചെവിട്ടിലേക്ക് പറയാൻ എളുപ്പമുണ്ടല്ലോ എന്നാണ്. അങ്ങനെ പറഞ്ഞു എന്ന് പറയാറുണ്ട് സജ്ജനങ്ങളെ. അതേപോലെയാണ്. അപ്പോൾ ആ ഓടക്കൊള്ള ആരാ? അതാണ് പെരുവാഴ്ത്തപ്പൻ. പെരുവാഴ്ത്തപ്പനാണ് ഓടക്കൊള്ളായിട്ട്. നമ്മൾ കൃഷ്ണനെ കിട്ടിയാൽ ആദ്യം പെരുവാഴ്ത്തപ്പനെ അടിച്ച് ദൂരെ കളയും. നീ ഇപ്പോൾ അവിടെ കൂടിയിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അതില്ലെങ്കിൽ എന്താ കൃഷ്ണൻ ഒരു പൂർണ്ണതയുള്ളത്? അതേപോലെ മയിലായിട്ടും കുയിലായിട്ടും മയിൽപ്പീലിയായിട്ടും അരമണിയായിട്ടും കിങ്ങിണിയായിട്ടും പാദസരങ്ങളായിട്ടും വളകളായിട്ടും മോതിരങ്ങളായിട്ടും ഒക്കെ ഓരോരോ ദേവന്മാരുതാ ഭഗവാനോട് കൂടി ചേർന്ന് നിൽക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായിട്ടതാ അവതരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അവതാരമാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തദ്യോധ്യായ ശ്രീശുകവാച അത സർവഗുണോപേതകാല പരമശോഭന ർഹേവാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദശപ്രസേതുജഗണം നിർമ്മലോടികണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമഭജാകര നദ്യപ്രസന്ന സലിലാഹൃദാ ജലർഹശ്രിയ ജാളികുലസംനാഥസ്തവകാവനരാജയ വായുസുഖസ്പർശപുണ്യഗന്ധവഹശുചി അഗ്നേശ ദിഗാദീനാം ശാന്താ തത്ര സമിന്ദത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാ സ്പൃഷ്ടവുസിദ്ധചാരണാഃ വിദ്യാധർയച്ചനനുസു അപ്സരോഭിതമം ദദാ മുമുചുമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജു അനുസാഗരം നിശീധേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീതദാ പ്രാച്യാം പുഷ്കലാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ നാരായണ 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 ഹരേ നാരായണ
ഹരേ നാരായണ. ചന്ദനം ചാർത്തി കാണാമതു നേരം തൃക്കാൽ വണങ്ങുവാനെത്ര സൗഖ്യം. പൊന്നിൻ കിരീടവും പൊന്മണിമാലയും പൊന്നരഞ്ഞാണവും കിങ്ങിണിയും. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. പൊന്നിൻ വളകളും പൊന്നുടയാടയും മിന്നുന്ന കുണ്ടലം കാൽച്ചിലമ്പും തെച്ചിപ്പൂമാല തുളസീദളങ്ങളും തെച്ചിപ്പൂമാല തുളസീദളങ്ങളും എല്ലാം അണിഞ്ഞു വിളങ്ങുന്നേരം. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. സാക്ഷാൽ പരബ്രഹ്മമെന്നേ പറയാവൂ സർവജനങ്ങൾക്കും സൗഖ്യമുണ്ടാം. വാദം പിടിച്ചു മുടങ്ങി കിടക്കുമ്പോൾ പാറാതെഴുന്നേറ്റു മണ്ടിപ്പോരിൻ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. 2 ദിവസം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ 2 പാദത്തിനും ശക്തിയുണ്ടാം. ശക്തിക്കു ചേരും വഴിപാടു കൽപ്പിച്ചു മുക്തി വരുത്തി വസിച്ചുകൊള്ളുവിൻ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. നാരായണ എന്നു നാമം ജപിക്കണം നേരായ വണ്ണം ഭവിക്കുമെന്നാൽ. എൻ്റെ ഗുരുവായൂരപ്പ കടൽ വർണ്ണ എല്ലാ ദുരിതവും കിടണേ. നാരായണ ജയ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. ശ്രീകൃഷ്ണ ഗോവിന്ദ നാരായണാനന്ദ ശ്രീവാസുദേവ മുകുന്ദ ഹരേ. എൻ്റെ ഗുരുവായൂരപ്പ കടൽ വർണ്ണ എല്ലാ ദുരിതവും നീക്കിടണേ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. ചന്ദനം ചാർത്തി കാണാമതു നേരം തൃക്കാൽ വണങ്ങുവാൻ
കാണാനെത്ര സൗഖ്യം പൊന്നിൻ കിരീടവും പൊന്മണിമാലയും പൊന്നരഞ്ഞാണവും കിങ്ങിണിയും നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ തമത്ഭുതം ബാലകവും ഭുജേക്ഷണം ചതുർഭുജം ശങ്കരായുധം ശ്രീവത്സപക്ഷം ബലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഭവൈഡൂര കിരീടകുണ്ടലത്തുഷ പരിക്ഷക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗത കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ആർക്കെങ്കിലും